നെടുങ്ങപ്ര സെന്റ് ആന്റണീസ് യു പി സ്കൂളിന്റെ 2025-26 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട്. മാന്യരെ, അറിവിന്റെ തൂവെളിച്ചം കുരുന്നു ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് സെന്റ് ആന്റണീസ് യു പി സ്കൂൾ നെടുങ്ങപ്രയുടെ മണ്ണിൽ പ്രശോഭിതമായിട്ട് 101 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയം. അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് രക്ഷാധികാരിയായിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛനും സെക്രട്ടറി റവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കലും സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പൗലോസ് നെടുന്തരത്തിലുമാണ്. പ്ലേ ക്ലാസ് മുതൽ 7 വരെയുള്ള ക്ലാസുകളിലായി 175 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിയായുടെ നേതൃത്വത്തിൽ 12 അധ്യാപകരും 1 അനധ്യാപകനും ഈ സ്കൂളിന്റെ ഭാഗഭാക്കുകളാണ്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്നും ആയവന സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ സിബി വർഗീസിന് പകരം ശ്രീമതി ബെൻഡില ബെന്നിയും, കലയന്താനി സെന്റ് ജോർജ് സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീമതി ഷിബി ടീച്ചിക്ക് പകരം ശ്രീമതി കണിക തോമസും, ശ്രീമതി റിൻസി സെബാസ്റ്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ശ്രീമതി ക്രിസ്റ്റിമോൾ കെയും നിയമിതരായി. അധ്യാപക രക്ഷാകർതൃ സംഘടന. PTA അംഗങ്ങളുടെ സുശക്തവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിന് എന്നും സ്വന്തമായിട്ടുള്ളത്. 2025 ജൂൺ 21 കൂടിയ PTA ജനറൽ ബോഡി യോഗത്തിൽ ശ്രീ നോബീസ് കറിയ PTA പ്രസിഡന്റായും ശ്രീമതി സുമി കെ പോൾ MPTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവരുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ 15 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂളിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കായി ഒരുമയോടെ അധ്വാനിക്കുന്നു. സ്കൂൾ ശുചീകരണം, ഉച്ചഭക്ഷണ പരിപാടി, പാഠ്യേതര പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ലഭിക്കുന്ന ഇവരുടെ സ്തുത്യർഹമായ സേവനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. 2025 ജൂൺ 3 സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പൗലോസ് നെടുന്തരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശ്രീമതി മരിയ സാജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാഘോഷങ്ങളും, വായന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങളെ സ്നേഹിക്കുവാനും വായനയുടെ മാഹാത്മ്യം മനസ്സിലാക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വായനാ വാര ആചരണവും, ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയും മയക്കുമരുന്നും എന്ന വൻ വിപത്തിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ പൊതുസമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി വിരുദ്ധ ദിനാചരണ പ്രവർത്തനങ്ങളും, ജനാധിപത്യ സംവിധാനങ്ങളെ വരും തലമുറയ്ക്ക് കണ്ടുപഠിക്കുന്നതിനായി നടത്തപ്പെട്ട സ്കൂൾ പാർലമെന്റ് ഇലക്ഷനും, സ്വാതന്ത്ര്യപുലരിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളും, അറിവിന്റെ ആദ്യാക്ഷരം ചൊല്ലിത്തന്ന് വിജ്ഞാന ലോകത്തിൽ വഴികാട്ടികളായിത്തീരുന്ന അധ്യാപകരെ ആദരിക്കുന്ന അധ്യാപക ദിനവും, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പങ്കുവെക്കലിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഓണാഘോഷവും, നവംബർ 14 നടത്തപ്പെട്ട ശിശുദിനാഘോഷവും, ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷം പകരുന്ന പുൽക്കൂടൊരുക്കിയും സമ്മാനങ്ങൾ കൈമാറിയും ആശംസകൾ നേർന്നും നടത്തപ്പെട്ട ക്രിസ്തുമസ് ആഘോഷവും, ക്രിസ്തുമസിനോടനുബന്ധിച്ച് PTA-യുടെയും ഇടവക സമൂഹത്തിന്റെയും കൂട്ടായ്മയോടെ നടത്തപ്പെട്ട ക്രിസ്മസ് ബിരിയാണി ചലഞ്ചും സെന്റ് ആന്റണീസിനെ കൂടുതൽ വർണ്ണാഭമാക്കി തീർത്തു. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്കുതകുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ സമയാസമയങ്ങളിൽ നൽകി വരുന്നു. ആഴ്ചയിൽ 3 ദിവസം വ്യത്യസ്ത ഭാഷകളിൽ നടത്തപ്പെടുന്ന അസംബ്ലിയിൽ KG ക്ലാസ് മുതലുള്ള കുട്ടികൾ നേതൃത്വം നൽകി വരുന്നു. കരാട്ടെ, ചെണ്ട പരിശീലന ക്ലാസുകളും, ഉല്ലാസവും വിജ്ഞാനവും പകരുന്ന പഠനയാത്രകളും, ഫീൽഡ് ട്രിപ്പുകളും, വിവിധ ക്ലബ്ബുകളുടെ മികവാർന്ന പ്രവർത്തനങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ സജീവമായി നടന്നുവരുന്നു. അംഗീകാരങ്ങളും നേട്ടങ്ങളും. ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ മക്കൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഇവ മറിയം ബേബി, രുദ്ര രാകേഷ് എന്നിവർ LSS പരീക്ഷയിലും, നിവേദിത രതീഷ്, ശ്രീനന്ദ രാജേഷ്, എൽസ ജോസ് എന്നിവർ USS പരീക്ഷയിലും വിജയം വരിച്ചു. 1 മുതൽ 7 വരെ ക്ലാസ്സുകാർക്കായി നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 14 കുട്ടികൾ സബ് ജില്ലാ തലത്തിൽ വിജയികളായി. KG സെക്ഷൻ കുട്ടികൾക്കായി നടത്തിയ ഓൾ ഇന്ത്യ ടാലന്റ് കോൺടെസ്റ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ 5 കുട്ടികൾ സമ്മാനാർഹരായി. അവന്തിക വിപിൻ, എലൈന ആൽബിൻ എന്നിവർ ജില്ലാതലത്തിലും, അനുഗ്രഹ സനൂപ്, മുഹമ്മദ് അയാൻ, എവ്ലിൻ അജിത് എന്നിവർ സ്കൂൾ തലത്തിലും വിജയികളായി.
ദീപിക കളർ ഇന്ത്യ പെയിന്റിംഗ് മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ജില്ലാതലത്തിൽ 1-ാം ക്ലാസ്സിലെ മഹേശ്വർ പത്മനാഭൻ 3-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കോതമംഗലം രൂപതയിൽ നടത്തിയ റീൽസ് മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച റീൽസ് 5-ാം സ്ഥാനം നേടി. എറണാകുളം ജില്ലാതല കരാട്ടെ മത്സരത്തിൽ കുമീത്തെ 25 കിലോ വിഭാഗത്തിൽ കുമാരി ആൻലിയ ട്രീസ വെങ്കല മെഡൽ കരസ്ഥമാക്കി. എറണാകുളം ജില്ലാ കലോത്സവത്തിൽ സംസ്കൃതം പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡും മലയാളം പദ്യം ചൊല്ലലിൽ എ ഗ്രേഡും നേടി കുമാരി കർണിക രതീഷ് സമ്മാനാർഹയായി. സബ് ജില്ലാ തലത്തിൽ വളരെയേറെ സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് പ്രവൃത്തി പരിചയമേളയിലും ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകളിലും പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾ 5-ാം സ്ഥാനം നേടി സ്കൂളിന്റെ യശസ് ഉയർത്തിയ സെന്റ് ആന്റണീസിന്റെ ചുണക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. മദർ തെരേസ സേവന അവാർഡ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മടികൂടാതെ കുട്ടികളെ പങ്കാളികളാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഈ യൂണിറ്റിൽ കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നേടി കുമാരി ഏഞ്ചൽ ഷിബുവും ബെസ്റ്റ് കോർഡിനേറ്റർക്കുള്ള അവാർഡും 10,000 രൂപയും പ്രശസ്തി പത്രവും സ്വന്തമാക്കിയ ഹർഷ ടീച്ചറും പ്രവർത്തന മികവ് തെളിയിച്ച് സ്കൂൾ തലത്തിൽ വിജയികളായ ഡിയോൺ ഡെന്നിയും കൃഷ്ണപ്രിയയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച് സ്റ്റേറ്റ് തലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ സെന്റ് ആന്റണീസ് UP സ്കൂളും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് തിളങ്ങിയ ഒരു വർഷമാണ് കടന്നുപോയത്. എന്റെ ജന്മദിനം എന്റെ കൂട്ടുകാരുമൊത്ത്. ജന്മദിനത്തിന്റെ സന്തോഷം ഉച്ചഭക്ഷണത്തിലെ പോഷകമായി മാറ്റുന്ന ഒരു മനോഹരമായ ആശയമാണ് നമ്മുടെ സ്കൂളിൽ 1 വർഷമായി തുടർച്ചയായി നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ ജന്മദിനങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് പച്ചക്കറികൾ സംഭാവന ചെയ്യുന്നതിലൂടെ പങ്കുവെക്കലിന്റെ സഹജീവബോധനത്തിന്റെ മൂല്യങ്ങൾ പ്രായോഗികമായി പഠിക്കുന്നു. ഈ മാതൃകാപരമായ പ്രവർത്തനം സ്കൂളിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് പുതിയ അർത്ഥം നൽകുന്നു. മറ്റു സ്കൂളുകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന അഭിനന്ദനങ്ങൾക്കൊപ്പം ഈ ചെറിയ ഉദ്യമം മാതൃകാപരമായി ഏറ്റെടുത്തത് തികച്ചും അഭിമാനകരമായി കാണുന്നു. പുതുതായി അനുവദിച്ച ടോയ്ലറ്റ് ബ്ലോക്ക്. പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ 2024-25 വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ നൽകിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഈ അവസരത്തിൽ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെ നന്ദിയോടെ ഓർക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക്. പാരമ്പര്യത്തിന്റെ കഥ ഏറെ അവകാശപ്പെടാനുള്ള നമ്മുടെ വിദ്യാലയം ഓരോ അധ്യയന വർഷം ആരംഭിക്കുന്നത് മുതൽ പരിസമാപ്തിയാകുന്നതുവരെ വർണ്ണാഭമാക്കാൻ കഴിയുന്നത് 100 കണക്കിന് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. മാനേജ്മെന്റ്, PTA, പൊതുജനങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, വിവിധ എൻഡോമെന്റുകളും ട്രോഫികളും ഏർപ്പെടുത്തി ഈ സ്ഥാപനത്തെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂർവ്വ അധ്യാപകർ, സംഘടനകൾ, ഇങ്ങനെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും സ്കൂളിനെ നെഞ്ചോട് ചേർക്കുന്ന സുമനസ്സുകൾ അനേകരുണ്ട്. ഏവരെയും ഈ അവസരത്തിൽ സെന്റ് ആന്റണീസിന്റെ ഹൃദയത്തിൽ നന്ദിപൂർവ്വം ആലേഖനം ചെയ്യുന്നു. ഈ വിദ്യാലയത്തെ ഇത്രയും നാൾ കാത്തുപരിപാലിച്ച സർവശക്തനായ ദൈവത്തിന്റെ തിരുമുൻപിൽ താഴ്മയോടെ ശിരസ് നമിക്കട്ടെ. അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ശക്തനായവനിൽ ആശ്രയിച്ച് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥ്യം യാചിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തിനായി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിയ.